നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചുമാറ്റും എന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര കപ്പൽപാതകളിൽ അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടുകയാണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്കോ ചരക്ക് കപ്പലുകൾക്കോ നേരെ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനിയൻ സായുധ ബോട്ടുകൾ അമേരിക്കൻ കപ്പലുകളെ പിന്തുടരുന്നുണ്ട് എന്നും അവയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായും പെന്റഗൺ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ സമ്മേളനത്തിലൂടെയും തന്റെ നിലപാട് വ്യക്തമാക്കിയത്. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ഇറാൻ ഗൾഫ് മേഖലയിൽ ആക്രമണങ്ങളും സൈനിക നീക്കങ്ങളും ശക്തമാക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് നടത്തുകയും വിദേശ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തതോടെ സംഘർഷം രൂക്ഷമായി. ഹോർമൂസിന് പുറത്തേക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ബാബേൽ മാൻഡേബ് സൂയസ് വഴിയുള്ള ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ ഒമാൻ, UAE, അബുദാബി എന്നിവിടങ്ങളിലെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, അമേരിക്കൻ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ആക്രമണം തുടരുക തന്നെയാണെങ്കിൽ കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാനെ ഭൂമുഖത്തു നിന്ന് തുടച്ചുമാറ്റുമെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഭീഷണി. അന്താരാഷ്ട്ര കപ്പൽപാതകളിൽ അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടുകയാണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി ഉയരുന്നത്. കടലിൽ അമേരിക്കൻ കപ്പലുകളെ ശല്യം ചെയ്യുന്ന ഏതൊരു ഇറാനിയൻ ബോട്ടുകളെയും വെടിവെച്ചു വീഴ്ത്താൻ താൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ പരമാധികാരത്തെയും സൈനികരെയും തൊട്ടുകളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇറാൻ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്നും ട്രംപ് വിശദമാക്കി. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ആയുധങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൈനിക താവളങ്ങളുണ്ട് എന്ന് ട്രംപ് തിങ്കളാഴ്ച ഫോക്സ് ന്യൂസിനോട് വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് ഇറാന്റെ ആരോപണം. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കടക്കുന്ന ഏത് വിദേശ കപ്പലുകളെയും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാന്റെ റവല്യൂഷണറി ഗാർഡും അമേരിക്കൻ നാവികസേനയും തമ്മിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ പലപ്പോഴും നേർക്കുനേർ വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്കാണ് കാരണമായിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന് ഇത് വഴിവെക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത്. 800ഓളം കപ്പലുകളും 20,000-ലേറെ കപ്പൽ ജീവനക്കാരുമാണ് നിലവിൽ ഗൾഫ് മേഖലയിലുള്ളത്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് അടുത്തിടെ ദക്ഷിണ കൊറിയൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. തുടർന്ന് US-ന്റെ ദൗത്യത്തിൽ പങ്കാളികളാകാൻ ദക്ഷിണ കൊറിയയോട് ആവശ്യപ്പെട്ടുവെന്നും ട്രംപ് അറിയിച്ചു. ഹോർമൂസിൽ US നാവികസേന സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ ഒന്നാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. സ്വതന്ത്രമായും സുരക്ഷിതമായും ചരക്ക് നീക്കം ലക്ഷ്യമിട്ടാണ് പ്രോജക്റ്റ് ഫ്രീഡം കൊണ്ടുവന്നത്. ഇത് നടപ്പിലാക്കിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിരവധി കപ്പലുകൾക്ക് ഹോർമൂസ് കടക്കാൻ സുരക്ഷാ സഹായം നൽകിയതായും US അഡ്മിറൽ ബ്രാഡ് കൂപ്പർ അറിയിച്ചു. കപ്പലുകൾക്ക് നേരെ ഇറാൻ ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും വിന്യസിച്ചെങ്കിലും US സൈന്യം ഇതിനെയെല്ലാം പ്രതിരോധിച്ചുവെന്നും കൂപ്പർ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US-ഉം ഇറാനും തമ്മിലുള്ള വടംവലി മുറുകിയതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി. എന്നാൽ US ഒരു പോരാട്ടത്തിനല്ല ശ്രമിക്കുന്നതെന്നും ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ടെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറയുന്നു. ഹോർമൂസ് അടച്ചതിനാൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടാനാണ് പ്രോജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ US ഇടപെടൽ ആരംഭിച്ചത്. ഇതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതും. ഇതിന് ബദലായി ഇറാൻ UAE-യിലെ ഫുജൈറ എണ്ണ വ്യവസായ മേഖലയിൽ ആക്രമണം നടത്തിയതോടെയാണ് കുറച്ചുനാളത്തെ സമാധാനത്തിനു ശേഷം പശ്ചിമേഷ്യ വീണ്ടും പ്രക്ഷുബ്ധമായത്. ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറാൻ US തീരുമാനിച്ചതിന്റെ ഭാഗമായി ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രോജക്റ്റ് ഫ്രീഡം എന്ന സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ തുടർന്ന് ഉത്തരവിട്ടു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാനുമായി നിലവിൽ നടന്നുവരുന്ന ചർച്ചകളിൽ മികച്ച പുരോഗതിയുണ്ടായ സാഹചര്യത്തിൽ പരസ്പര സമ്മതപ്രകാരമാണ് ഈ തീരുമാനമെന്നും ട്രംപ് വ്യക്തമാക്കി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി ഒരു സമാധാന കരാറിൽ എത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം തുടരുമെങ്കിലും
സൈനിക നീക്കങ്ങൾ തൽക്കാലം അവസാനിപ്പിച്ചു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചത്. എന്നാൽ അമേരിക്കൻ പിന്മാറ്റത്തെ തങ്ങളുടെ വിജയമായാണ് ഇറാൻ ചിത്രീകരിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആഗോള വിപണിയെയും എണ്ണവിലയെയും ബാധിക്കുന്ന ഈ തർക്കം പരിഹരിക്കാൻ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്താനും ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നു. ഇറാനെ മുട്ടുകുത്തിക്കാൻ അമേരിക്ക പ്രയോഗിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ദൗത്യം അതിന്റെ ലക്ഷ്യം കണ്ടുവെന്നാണ് വൈറ്റ് ഹൗസിന്റെ വിലയിരുത്തൽ. ഇറാനുമായി ഒരു സമ്പൂർണ്ണ കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സൈനിക നീക്കങ്ങൾക്ക് താൽക്കാലിക അവധി നൽകിയിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. എങ്കിലും ഇറാന്റെ ആണവമോഹങ്ങൾക്കും ഹോർമുസിലെ ഗുണ്ടായിസത്തിനും അറുതി വരുത്താതെ അടങ്ങില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആവർത്തിച്ചു. മേഖലയിലെ സംഘർഷം തങ്ങളുടെ സാമ്പത്തിക നിലയെ ബാധിക്കുമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ ട്രംപിന് മുന്നിൽ അപേക്ഷയുമായി എത്തിയത്. അതോടൊപ്പം തന്നെ ഇറാന്റെ പിടിവാശി ചൈനയെയാണ് ഏറ്റവും കൂടുതൽ തളർത്തുന്നത്. ഹോർമുസ് വഴി സാധനങ്ങൾ എത്തിയില്ലെങ്കിൽ ചൈനയുടെ കയറ്റുമതി കേന്ദ്രങ്ങൾ പൂട്ടേണ്ടി വരും. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇപ്പോൾ ബീജിംഗിൽ ചർച്ചകൾ നടത്തുന്നത് ഈ സമ്മർദ്ദം മൂലമാണെന്നാണ് സൂചന. അമേരിക്ക താൽക്കാലികമായി പിന്മാറുമ്പോഴും മേഖലയിൽ പ്രകോപനം തുടരുക തന്നെയാണ്. UAEക്ക് നേരെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ വിക്ഷേപിച്ച 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും 4 ഡ്രോണുകളും UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞിരുന്നു. എന്നാൽ ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രി സോണിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നു എന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തങ്ങളുടെ കപ്പലുകൾ നിശ്ചിത പാതയിലൂടെ നീങ്ങിയില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ ഭീഷണി മുഴക്കി. എന്നാൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ഇറാൻ പതിവ് പോലെ കൈകഴുകുകയാണ്. ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടാതെ ഇറാനെ നയതന്ത്രപരമായി പൂട്ടാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് UAEയിലെ വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകൾക്ക് താൽക്കാലികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഠനം ഓൺലൈൻ വഴിയാക്കി. മെയ് 5 ചൊവ്വാഴ്ച മുതൽ മെയ് 8 വെള്ളിയാഴ്ച വരെയാണ് ഈ മാറ്റം പ്രാബല്യത്തിലുള്ളത്. അതിനിടെ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ പ്രതിരോധ മന്ത്രി ചൈനയിൽ എത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇറാന്റെ പല നേതാക്കളും അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ചൈനയെ സമീപിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് പിന്തുണ വളർത്തിയെടുക്കുന്നതിനാണ് ഈ സന്ദർശനമെന്നാണ് അറിയുന്നത്.